എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു കുക്കറിലേക്ക് ഒരു 1/4 കപ്പ് മസൂർ ദാൽ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. മസൂർ ദാലിന് പകരം നിങ്ങൾക്ക് തുമരപ്പരിപ്പ് എടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മളിനി ചേർക്കാൻ പോകുന്നത് ഒരു 3 ചെറിയ അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചത്. വെളുത്തുള്ളി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ സാമ്പാറിന്. അതുപോലെ ഒരു 4 പച്ചമുളക് കീറിയത്, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, ഒരു പിടിയോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, അതുപോലെ തന്നെ ഒരു തക്കാളി, വലിയ തക്കാളിയാണ് അരിഞ്ഞത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് ഉലുവാപ്പൊടി, പിന്നെ ഒരു നുള്ള് കായപ്പൊടി. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ഓയിലും കൂടി ചേർക്കാം. നമ്മൾ വിസിലടിക്കുമ്പോൾ വെളിയിലേക്ക് തെറിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 1 ടീസ്പൂൺ ഓയിലും കൂടി ചേർക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഒരു വിസിലടിപ്പിച്ചെടുക്കുക. മസൂർ ദാൽ വേവാനായിട്ട് വളരെ കുറച്ച് സമയം മതി. തുവരപ്പരിപ്പാണെന്നുണ്ടെങ്കിൽ ഒരു 4 വിസിലെങ്കിലും വേണ്ടിവരും. ആ ഒരു സമയം കൊണ്ട് നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ചെറിയ ഉള്ളി ചേർക്കാം. ഒരു പിടിയോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇത് അരിഞ്ഞൊന്നും എടുക്കണ്ട, മുഴുവൻ എണ്ണ ഇട്ടാൽ മതി. പിന്നെ വേണ്ടത് കറിവേപ്പില, വറ്റൽ മുളക്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അത് ചെറുതായിട്ടൊന്ന് വാടി വന്നപ്പോഴത്തേക്ക് നമ്മളിതിലേക്ക് ചേർക്കുന്നത് വെണ്ടയ്ക്കയാണ്. അപ്പോൾ ഏത് പച്ചക്കറി വേണമെങ്കിലും നിങ്ങൾക്ക് സാമ്പാറിന് വേണ്ടിയിട്ട് എടുക്കാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ള വെണ്ടയ്ക്ക സാമ്പാറാണ്. അപ്പോൾ വെണ്ടയ്ക്ക നന്നായിട്ട് കഴുകിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് വെണ്ടയ്ക്ക നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് സാമ്പാർ പൊടിയാണ്. സാമ്പാർ പൊടി ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടു നോക്കിയിട്ടില്ലാത്തവർ കണ്ടു നോക്കണം. 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഈ സാമ്പാർ പൊടിയിൽ മഞ്ഞൾപ്പൊടിയും കായവും ഒഴികെ ബാക്കി എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ആയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. കായം ചേർത്ത് സാമ്പാർ പൊടിയാണെങ്കിൽ കൂടി ഒരു നുള്ളു കായം ചേർക്കുന്നത് എപ്പോഴും നല്ലതാണ്. സാമ്പാർ പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇത് അടച്ചു വെച്ച് ചെറുതീയിലിട്ട് വെണ്ടയ്ക്ക നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു പകുതി വേവൊക്കെ ആയാൽ മതി. ബാക്കി നമ്മളിനി ഈ പരിപ്പും കൂടെ ചേർത്തിട്ടാണ് വേവിക്കാനായിട്ട് പോകുന്നത്. ഇതേ സമയം നമ്മുടെ കുക്കറിൻ്റെ വിസിലൊക്കെ പോയിട്ട് നമുക്ക് പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് തവി വെച്ചിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വഴറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ വെന്ത് ഇരിക്കുന്ന വെണ്ടയ്ക്കയിലേക്ക് ഈ പരിപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ 1/4 കപ്പ് പരിപ്പാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അത് കുറച്ച് കുറുകിയൊരു സാമ്പാറായിരിക്കും. അത്രയും കുറുക്കൽ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പരിപ്പ് ചേർത്താൽ മതി. ആ കുക്കർ കഴിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കാം. ഉപ്പ് നോക്കിയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുളി വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടത് തിളപ്പിച്ച് എടുക്കണം. ഒരു പ്രത്യേക ടേസ്റ്റിലുള്ള സാമ്പാറാണ്. സാമ്പാർ പൊടി വെച്ചിട്ട് നമ്മളിതുവരെ സാമ്പാർ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഇപ്പോൾ ബാച്ചിലേഴ്സൊക്കെ ആയിട്ടുള്ളവർക്ക് അല്ലാത്ത പൊടികളെല്ലാം കൂടി ഇട്ടിട്ട് സാമ്പാർ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ കുക്കിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ തന്നെയാണ്. അപ്പോൾ നമ്മുടെ സാമ്പാറൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സാമ്പാർ നമുക്ക് അതായത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ലഞ്ചിൻ്റെ കൂടെയും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാറാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതിയ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്